ഇപ്പോൾ ഈ കണ്ട വീഡിയോയിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ വായിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. വേറൊന്നുമല്ല, എനിക്കും ഇതൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഇതാണ് ശരിക്കുള്ള സമാധിയിരുത്തൽ. അല്ലാതെ നമ്മുടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ മക്കൾ കൊണ്ടുപോയി മറ്റേ തന്ത ചത്തു കഴിഞ്ഞപ്പോൾ സിമന്റ് ഇട്ട് മൂടിയ പരിപാടിയല്ല. ഓക്കെ, ഞാനും അറിഞ്ഞത് വെച്ച് ഏതാണ്ടൊക്കെ ഈ ഒരു എന്താണ് ഈ സമാധിയിരുത്തലിന്റെ ഒരു ആചാരം ദാ ഇങ്ങനെയാണ്. അപ്പൊ എന്താണെങ്കിലും ഇന്ന് നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആ ഒരു എന്താണ് സമാധി അങ്ങോട്ട് പോലീസുകാരൊക്കെ വന്ന് പൊളിച്ചു മാറ്റും. ഇന്നലെ വൈകുന്നേരം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വ്യാഴാഴ്ച രാവിലെ ആയിരിക്കും. ഇന്നലെ രാത്രിയിൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ്സും കൂടെ ന്യൂസ് ചാനൽ വഴി അറിയാൻ ഇടയായി. അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഞാനൊരു കാര്യം നേരത്തെ പറയാം. ഏകദേശം ഒരു 90% നമുക്ക് ഉറപ്പിക്കാം. അതായത് ഈ മക്കൾക്ക് ഈ ഒരു സ്വാമി എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ശരിക്കുള്ള സ്വാമിയാണോ എന്നൊന്നും എനിക്കറിയില്ല, എന്താണെങ്കിലും ആ വ്യക്തി മരിച്ചതിനകത്ത് എവിടേക്കോ ഈ മക്കൾക്ക് ചെറിയ പങ്കുണ്ട്. ഇവന്മാർക്കൊരു പേടിയുണ്ട്, പ്രത്യേകിച്ച് മൂത്ത മകന്. ഇന്നലെ മിക്ക വാർത്താ ചാനലുകളുടെ മുന്നിൽ വന്ന് സംസാരിച്ചത് മൂത്ത മകനാണ്. സനന്ദൻ എന്ന് പറയുന്ന വ്യക്തി. ഇളയ മകനെ ഇന്നലെ കണ്ടില്ല, ആ കണ്ണാടി വെച്ചവനെ. അവൻ ഇന്നലെ ഒരു ചാനലിന്റെ ഫ്രണ്ടിലും സംസാരിക്കുന്ന കണ്ടില്ല. മൂത്ത മകനാണ് ഇന്നലെ വാർത്താ ചാനലുകളുടെയൊക്കെ ഫ്രണ്ടിൽ സംസാരിക്കുന്നത്. ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രിയിൽ അവനൊരു ചാനലിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സകല ചാനലിലും കയറി ഇറങ്ങിയിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇവനെ ആരെന്ത് ചോദ്യം ചോദിച്ചാലും ഇവൻ നിന്ന് താളം ചവിട്ടുക. ഇവനൊരു മറുപടി ഇല്ല, മനസ്സിലായില്ലേ? ഇവൻ എല്ലാത്തിന്റെ അവസാനം, അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ കാര്യം പറയും, ഇല്ലെങ്കിൽ അവസാനം പറയും. അത് വേറൊന്നുമല്ല, മുസ്ലിങ്ങളുടെ വസ്തു അതാണ് പ്രശ്നം. അല്ലാതെ ഇവന്റെ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്നോ, ഡേർത്ത് സർട്ടിഫിക്കറ്റിന് എന്തിയ ഡേർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും ഇവൻ പറയുന്നത് എന്റെ അച്ഛൻ മരിച്ചതല്ല, സമാധി ഇരുന്നതാണ്, മുസ്ലിങ്ങൾ അവരാണ്. ഈ ഒരു വർത്താനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയോ ഉടായ്പകളുണ്ട്. എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വാർത്ത കാണിച്ചു തരാം. ഞാൻ സ്ക്രീനിൽ വെക്കുന്നില്ല, ഫോണിൽ കാണിച്ചു തരാം. നിങ്ങളിത് ഒന്ന് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളൊന്ന് കേൾക്കുക. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് ഞാനതൊന്ന് ഡീറ്റെയിൽ ചെയ്തു തരാം. മകൻ സനന്ദൻ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സനന്ദൻ, കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ നാളെ അധികൃതർ കല്ലറ, നിങ്ങൾ സമാധി എന്ന് വിളിക്കുന്ന ആ കല്ലറ പൊളിക്കാൻ വന്നാൽ അതിനോട് സഹകരിക്കുമോ? ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല, പൊളിക്കാൻ സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിലിപ്പോ ഹിന്ദു ക്ഷേത്രത്തെ വ്രണപ്പെടുത്തുക എന്നതാണ് മുസ്ലിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തില് എന്റെ അച്ഛൻ സമാധിയായത് ഈ ക്ഷേത്രത്തിന് സമീപത്തടുത്താണ്. ഈ സമാധിയെ തുടർന്ന് മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തെ അതിക്രമിച്ച് കടന്ന് ആക്രമിക്കുകയായിരുന്നു. സനന്ദൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ക്ഷമിക്കുക, ഇതിന് കാരണം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നതിനപ്പുറം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഒന്നും അവിടെ നേരിട്ടില്ല. അതാ ഇപ്പോൾ കോടതിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം മാഡം. ഞാൻ അതിന്റെ കാരണം പറഞ്ഞുതരാം. ഏകദേശം 4 വർഷത്തിന് മുന്നേ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി ഞങ്ങളുടെ അത് വസ്തുവിൽ തന്നെ നാഗരുടെ പ്രതിഷ്ഠ അമ്പലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നാഗർ പ്രതിഷ്ഠ അമ്പലത്തിനടുത്ത് തന്നെ, അതിന്റെ തൊട്ടടുത്ത് തന്നെ മുസ്ലിമിന്റെ അവിടെ ഒരു വസ്തു ഉണ്ടായിരുന്നു. ഈ മുസ്ലിമിന്റെ വസ്തുവിനെ പറ്റി ഏകദേശം 4 വർഷം കൊണ്ട് തർക്ക വിഷയത്തിലേക്കാണ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു തർക്കം ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ പോയി പറഞ്ഞു. കോടതി എന്താ പറഞ്ഞേ? ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കാണിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോ കോടതി പറഞ്ഞ എന്താ? ഈ മരണം എങ്ങനെ നടന്നു എന്നത് അറിയണം എന്ന് പറഞ്ഞു. ഇത് നടക്കുന്നത് സ്വാഭാവികമായ നടപടിയാണ്, അത് തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിനോട് സഹകരിക്കുകയല്ലാണ്ട് വേറെ മാർഗമുണ്ടോ? ഞാൻ ഇനി പറഞ്ഞു തരാം. ഇത് മരണം എന്ന് പറയാനായിട്ട്, ഇത് മരണമല്ല, ഇത് സമാധിയാണ്. ഇത് സമാധിയാണ്. മരണം എന്ന് പറയാനായിട്ട് ഒരിക്കലും അത് സാധ്യമല്ല. ഇത് സമാധിയാണ്. എന്റെ അച്ഛൻ കാവി മുണ്ടാണ് ധരിക്കുന്നത്, കാവി ഷർട്ടാണ് ധരിക്കുന്നത്, രുദ്രാക്ഷം അണിയുന്നവനാണ്. മരുത്തമലയിൽ ആശ്രമമുണ്ട്, അത് അയ്യാ വൈകുണ്ഠർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ശിവൻകോവിൽ പണിതിട്ടുള്ളത്.
30 വർഷത്തിനകത്ത് തന്നെയാണ് ഇതിന്റെ പഴക്കമുള്ളത് ഈ ക്ഷേത്രത്തിന്. അതൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം. ഇവന്റെ വിശ്വാസത്തെ ഞാനും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇവൻ പറയുന്ന വിവരക്കേടുകൾ, ഇവന്റെ അച്ഛൻ കാവി മുണ്ടെടുക്കും, ഇവന്റെ അച്ഛൻ കാവി ഷർട്ട് ഇടും, രുദ്രാക്ഷം ഇടും, മരുത്വാമൂലയിൽ ഇവരുടെ മറ്റേ അച്ഛന്റെ തേങ്ങയുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇവന്മാരെല്ലാരും കൂടെ ഇയാൾ ഒരു സ്വാമിയാണെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യവേഷം ധരിച്ച് രുദ്രാക്ഷവും ഇട്ട് നടക്കുന്ന എല്ലാവരും ഒരു സ്വാമിയാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അല്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാവ്യവേഷവും ഒരു മാലയൊക്കെ ഒരു രുദ്രാക്ഷവും ഒക്കെ ഇട്ട് നടന്ന് ഏതോ മലയുടെ മണ്ടയ്ക്ക് എവിടെങ്ങാണ്ട് ഒരു ആശ്രമം ഉണ്ടെന്നൊക്കെ ഇവന്മാര് പറയുന്നതാണ്, നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടായാൽ ഉടനെ അദ്ദേഹം ഒരു സ്വാമിയാണെന്നാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ നാളെ മറ്റന്നാളെ തൊട്ട് ഞാനൊരു സ്വാമിയാവാം. എന്നിട്ട് മിണ്ടാതിരുന്നാൽ മതിയല്ലോ എവിടെയെങ്കിലും. എന്നെ വന്ന് എല്ലാവരും പൂജിക്കട്ടെ, എനിക്ക് കുറച്ച് കാശൊക്കെ തരട്ടെ ഇങ്ങനെ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇത്രയും കേട്ടതിനകത്ത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇവനോട് എടാ വീട്ടിലെ ചക്ക ഇടണ്ടേടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവൻ അപ്പുറത്തെ വീട്ടിലെ കല്യാണ ചേച്ചിയുടെ കുളിസീന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേ. അങ്ങനല്ല ഇവൻ പറയുന്നത്. ഇവനോട് എന്തുവാ ചോദിക്കുന്നത്? ഇവനോട് അച്ഛന്റെ ഡേർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുമ്പോഴും അവരവിടെ മുസ്ലിങ്ങളെ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുക. വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇവന് ബുദ്ധിയൊന്നും ഇല്ലാത്തവനല്ല. ഇവൻ ആരോ തിരികെ കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇവനും ഇവന്റെ മറ്റേ അനിയനും കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്തൊരു സാധനം. എന്തു ചോദിച്ചാലും മുസ്ലിങ്ങളുടെ വഴി, അതിന്റെ പ്രശ്നത്തിൽ ഇത് പറഞ്ഞേക്കണം എന്നൊരു കൂട്ടത്തോടെ ഇവർ തീരുമാനം എടുത്തിട്ടാന്ന് തോന്നുന്നു ഇവന് ഇരുന്ന് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മറ്റവൻ ഇന്നലെ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ടില്ല. കാരണം അതിന്റെ തലേദിവസം ഇവര് മീഡിയയോട് സംസാരിച്ചപ്പോഴത്തേക്ക് അനിയനും ചേട്ടനും പറയുന്നത് തമ്മിൽ ഇത്തിരി ഡിഫറൻസ് ഒക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഇന്നലെ ഇവന്റെ മറ്റേ ഇളവന്റെ ഭാര്യയൊക്കെ ആശുപത്രിയിലോട്ട് മാറ്റുമായിരുന്നു. വാട്ടെവർ, എന്തു ആയിക്കോട്ടെ. ഇവര് നല്ല പ്ലാൻ ചെയ്തുള്ള ഒരു ഗെയിമായിട്ടാണ് എനിക്കിതിനെ കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ ഇന്നിപ്പോ എന്തായാലും കോടതിയിൽ നിന്ന് ഉത്തരവൊക്കെ വന്നിട്ട് ആ ഒരു സമാധി പീഠം, ആ ഒരു ശവകുടീരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് പൊളിക്കാൻ പോവാണ്. അത് പൊളിക്കട്ടെ. അത് പൊളിച്ച് അദ്ദേഹത്തിനെ വെളിയിലെടുത്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം നടത്തണം. പോസ്റ്റ്മോർട്ടം നടത്തി കഴിയുമ്പോൾ അറിയാം ഇവന്മാര് കൊന്നു കെട്ടി തൂക്കി വെച്ച് കൊണ്ടിരുത്തിയതാണോ, അതോ ഇനിയും ശരിക്കും അദ്ദേഹം ഇറങ്ങി വന്ന് അദ്ദേഹത്തിന് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ, നടക്കുന്ന ഒരു മനുഷ്യനാണോ എന്നൊക്കെ പോസ്റ്റ്മോർട്ടം നടത്താൻ അറിയാൻ പറ്റുമായിരിക്കും. അത് അറിയണം. കാരണം ഇത്രയും ജനങ്ങളെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള ഒരു കൂട്ടം ജനങ്ങളെ ഇവന്മാര് പറ്റിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ വിചാരം നമ്മൾ മലയാളികൾ മാത്രമേ ഈ ഒരു വാർത്തയൊക്കെ നോട്ടീസ് ചെയ്യുന്നു എന്നാൽ അങ്ങനെ അല്ല. എനിക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള. നിങ്ങൾ ഭൂരിഭാഗം ആളുകൾക്ക് അറിയാമായിരിക്കും, മദൻ ഗൗരി എന്ന് പറഞ്ഞ്. മദൻ ഗൗരി വരെ ഇന്നലെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാൻ തുടങ്ങി. സോ ഇതൊരു നാഷണൽ ലെവലിലേക്കൊക്കെ ചിലപ്പോൾ പോകും ഈ ഒരു വിഷയം. കാരണം ചെറിയൊരു കാര്യമല്ല. അച്ഛൻ സമാധി അണഞ്ഞു എന്നും പറഞ്ഞു കൊണ്ടുവന്ന് സിമെന്റ് ഇട്ട് മൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ആരും കണ്ടിട്ടില്ല. നാട്ടുകാർക്ക് പല കഥകളാണ് പറയാനുള്ളത്. അയാൾ ഇത്രയും കാലം കിടക്കുമായിരുന്നു എന്ന് പറയുന്നു. ഇവന്മാര് പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ എന്തൊക്കെയോ. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഇന്നലെ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് ഇവന്മാരുടെ ഇടയ്ക്ക് ഈ മൂത്ത മകൻ പറയുന്നുണ്ട് അച്ഛന് വയ്യ, അച്ഛൻ വലുതായിട്ട് നടക്കത്തൊന്നുമില്ല, പക്ഷെ എന്നാലും ഇറങ്ങി നടന്നു പോയി ഇരിക്കാനൊക്കെ പറ്റും എന്നുള്ള രീതിയിലാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായില്ലേ? എവിടെയൊക്കെയോ ഇവന്മാരുടെ ഈ കളിയിൽ ചെറിയ ചെറിയ പാളിച്ചകൾ പറ്റി. മനസ്സിലായോ? പിന്നെ ഇവന്മാർക്ക് ഇത് തുറന്ന് ഇന്നലത്തെ ഇപ്പൊ ഈ ഒരു ന്യൂസ് ബൈറ്റ് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ ഒരു 2 മിനിറ്റ് ഒന്നും മിണ്ടാതെ നിൽക്കും. അത് ടെക്നിക്കൽ ഇഷ്യൂ ആണ് നമ്മൾ എല്ലാവരും വിചാരിക്കും. ചിലപ്പോൾ ശരിക്കും ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിലോ, ഇവരെല്ലാം കേട്ടിട്ട് ഒരു 2 മിനിറ്റ് നിന്ന് ആലോചിക്കുന്നതാണെങ്കിലോ. കാരണം ഇത് രാത്രിയിലത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചു തരുന്നത്. നേരത്തെ പകലത്തെ വീഡിയോയിലും ഒക്കെ പകലൊക്കെ ഇവൻ ന്യൂസ് ചാനലിന്റെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ ഇത് തന്നെയാണ്. ഇവനോട് ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ഇവന് 2 മിനിറ്റ് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കും. കാരണം ഇവന് പറയാൻ ഉത്തരവില്ല. ഇവനോട് എന്ത് ചോദിച്ചാലും ഇന്നാണെങ്കിൽ ഇവൻ പറയാൻ പോകുന്ന ഇതായിരിക്കും, മുസ്ലിങ്ങൾ കൈയടത്തി, മുസ്ലിങ്ങൾ കയറി വന്ന്. ഞാൻ ആരെയും കണ്ടില്ല കേട്ടോ, മുസ്ലിങ്ങളൊന്നും ഇവന്റെ വീട്ടിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞ ദിവസം പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്റെ വീട്ടിൽ ഫ്രണ്ടിൽ നിന്നതിനകത്ത് ന്യൂസ് ചാനൽസിനോടൊക്കെ സംസാരിച്ചതിനകത്ത് കുറിതൊട്ടൊരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. കുറിതൊട്ട ഏത് മുസ്ലിമാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒക്കെ ആയിരുന്നു ഇത് തൊടാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത്. അത് ഈ ഹിന്ദു ഐക്യവേദിയുടെ അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടിയിലുള്ളവരൊക്കെ ആയിരിക്കാം. പക്ഷെ അവരൊന്നും ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. കാരണം കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു, ഇനി അത് അനുസരിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇവന്മാരെന്താ പറയുന്നത്? ഈ മൂത്തമകൻ എന്താ പറയുന്നത്? പൊളിക്കാൻ സമ്മതിക്കില്ല, കോടതി വന്നാലും സമ്മതിക്കില്ല എന്നുള്ളൊരു ലെവലിലേക്ക് ഇവന്മാര് സംസാരിക്കണമെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ കാണും, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു മരണം നടന്ന് അതിലൊരു പരാതി ഉണ്ടായാൽ ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും എന്താണ് ഈ നാട്ടിലെ നിയമമെന്നോ അത് അനുസരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നോ മനസ്സിലാകുന്നില്ലേ?
അറിയാം. അപ്പോൾ എന്ത് ചെയ്യും? അത് അനുസരിക്കുകയല്ലാതെ മാർഗമില്ല. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇപ്പോ ഞാന് നിക്കണം മേഡം, ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ആദ്യം എനിക്ക് പറയാനുള്ളത് എനിക്ക് വിട്ടു തരണം. കാര്യം എന്ന് പറയുമ്പോ ഈ 4 വർഷത്തിന് മുന്നേ ഞങ്ങളുടെ നാഗരുടെ അമ്പലം പൊളിച്ചു മാറ്റണമെന്ന് മുസ്ലിങ്ങൾ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവനോട് എന്ത് ചോദിച്ചാലും കണ്ടല്ലോ, ഇവന്റെ നാഗരത ക്ഷേത്രം പൊളിച്ചു മാറ്റണമെന്നും പറഞ്ഞ് മുസ്ലിങ്ങൾ വന്ന് പ്രശ്നം ഉണ്ടാക്കി. വീണ്ടും ഇവൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇവനോട് അവസാനമല്ല, ഇത് ഏകദേശം ഞാനിത് യൂട്യൂബിൽ കണ്ടപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ 15 മിനിറ്റോളം ഉണ്ട്. ഈ 15 മിനിറ്റും ഞാൻ ആദ്യത്തെ കുറച്ച് ടൈം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ 15 മിനിറ്റും ഇവനോട് ഈ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ ചോദിക്കുന്ന റിപ്പോർട്ടർ, ആ ന്യൂസ് റീഡർ, അവരെ സത്യം പറഞ്ഞാൽ കുഴഞ്ഞു. അവസാനം അവരെ സമ്മതിക്കണം. ഞാനിത് ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ, എനിക്ക് പൊളിഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞ എന്റെ ചേച്ചി അവന്റെ ചെവിക്കല് നോക്കണം കൊണ്ടുക്ക് എന്നുള്ളൊരു മൂഡിലേക്ക് നമ്മളെ എത്തിക്കും ഇവന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ. കാരണം എന്ത് ചോദിച്ചാലും ഇവൻ വീണ്ടും ഈ സെയിം റിപ്പീറ്റ്. ഇവന്റെ നാഗരുടെ ക്ഷേത്രം പൊളിച്ചു മാറ്റാൻ മുസ്ലിങ്ങൾ വന്നു 4 വർഷം മുമ്പ്, അതിന്റെ കളിയാണ് ഇപ്പോഴും നടക്കുന്നത്. ശരിക്കും ഇവന് മനസ്സിലാവുന്നില്ല ഇവൻ നാട്ടുകാരെ പൊട്ടന്മാരാക്കുകയാണെന്ന്. ആരെങ്കിലും ഇവന്റെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം നാട്ടുകാർ എന്താ വിചാരിക്കുന്നത്? ഇവന്റെ ഈ ഒരു ഒറ്റ ഡയലോഗിലാണ് ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്നത്. മനസ്സിലായില്ലേ? ഇവനോട് എന്താ ചോദിക്കുന്നത്? എടാ, ഡേർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിന്റെ അച്ഛൻ മരിച്ചു, ഡേർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടേ? നമ്മൾ താമസിക്കുന്നത് ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. എങ്കിലേ നാളെ നിങ്ങളുടെ വീടും കാര്യങ്ങളും ഒക്കെ പാർട്ടീഷനും പരിപാടിക്കും ഒക്കെ അത് പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പോലും 4 വർഷം മുമ്പ് നാഗരുടെ എന്താ ഇവനെ പറയേണ്ടത്? വിവരമില്ലാത്തത് കൊണ്ടാണോ? അപ്പൊ അതോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ചിലപ്പോൾ ഇവന്മാർക്ക് അത്ര അറിവില്ലാത്തതുകൊണ്ടായിരിക്കും ഈ സെയിം സാധനങ്ങൾ തന്നെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ എനിക്ക് പറയാൻ, അദ്ദേഹം മരിച്ചതല്ല, എന്തോ പരിപാടി ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇവന്മാരെ നിന്ന് എനിക്കൊന്ന് പോലീസുകാർക്കും ഒക്കെ സംശയം തോന്നിക്കാണും ഇവരുടെ ഈ ഒരു സംസാരത്തിലും ഇവരുടെ ഒരു ബിഹേവിയറിലും ഒക്കെ. അതുകൊണ്ടായിരിക്കാം കോടതി തന്നെ ഇടപെട്ട് ഇനിയിപ്പോൾ അത് പൊളിച്ചോളൂ എന്ന് പറയാൻ കാരണം. കാരണം എന്ത് ചോദിച്ചാലും ഇവന്മാരുടെ ഈ ഒരു ഇത് ആർക്കാണെങ്കിലും സംശയം തോന്നും. മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഇവന്മാർ പറഞ്ഞതിനകത്തിന് എന്തെങ്കിലും സത്യമുണ്ടോ? അദ്ദേഹം ഇറങ്ങിപ്പോയി മറ്റേ സമാധി ദൈവത്തിന്റെ വെളി വന്നതാണോ? നമുക്കറിയില്ല. എന്താണെങ്കിലും ഇന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു കല്ലറ പൊളിച്ചു കഴിഞ്ഞ് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത്, കല്ലറ പൊളിക്കുമ്പോൾ അതിനകത്ത് അയാൾ കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എന്താണെങ്കിലും അതുപോലെ മറ്റേ ഇന്നലെ ഈ മൂത്ത മകൻ പറയുന്നുണ്ടായിരുന്നു, ഡ്രില്ല് ചെയ്തിട്ട് ക്യാമറ ഇട്ട് നോക്കിക്കൊള്ളാൻ അച്ഛൻ അതിനകത്തുണ്ടോ എന്ന്. സോ അതുകൊണ്ട് പുള്ളി അതിനകത്ത് കാണും. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇന്ന് വെയിറ്റ് ചെയ്യാം. ഇന്നിപ്പോ പുള്ളിയെ പുറത്തെടുത്ത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പം അറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ മൂത്ത മകനെ എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഒരു കാരണവശാലും താഴെ കമന്റ് ഇടാതെ പോരുത്, കമന്റ് ഇടുക. ഓക്കെ.